ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ പണ്ട് അമ്മുമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അമ്മുമ്മ സദ്യ ഉണ്ടാക്കും. അതായത് ഈ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ സദ്യ ഉണ്ടാക്കും. അപ്പം അവിടെ മരിച്ചീനിയും ചിക്കൻ കറിയൊക്കെ കാണും. അപ്പോൾ ഈ മരിച്ചീനിയും ചിക്കൻ കറിയും ചോറും പുളിശ്ശേരിയും കൂടെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുവാണ് ഇത് ഉണ്ടാക്കണമെന്ന്. അപ്പം എന്താ, ഇന്ന് ഞാൻ രാവിലെ പോയി മരിച്ചീനിയൊക്കെ മേടിച്ച് ഇന്ന് അച്ഛൻ ഇവിടെ വരും. ചിക്കനും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം വൃത്തിയാക്കി മരിച്ചീനിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഇന്നൊരു ഉച്ചഭക്ഷണം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ എന്നുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്ക് ആദ്യം ചിക്കൻ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കഴുകി നല്ലപോലെ എടുക്കാം. ഞാൻ കുറച്ചൊക്കെ കഴുകി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇപ്പോൾ ഒരു 1:45 അച്ഛൻ 2 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അതിനു മുമ്പേ നമുക്കെല്ലാം റെഡി ആക്കണം. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞാൻ ഒരു 5-6 വെള്ളം കഴുകി എടുക്കും കേട്ടോ. പിന്നെ എന്താ, നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. ഒരുപാട് രക്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടാത്ത കുറേ പീസുകളുണ്ട്. ഈ മാങ്ങയൊന്നും ഞാൻ എടുക്കത്തില്ല. ഞാൻ മാമനോട് പറഞ്ഞാണ് വേണ്ടെന്ന്. അപ്പം മാമ പറഞ്ഞു കൊണ്ട് വേവിച്ച് കഴിക്കുക, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ ആരും കഴിക്കത്തില്ല, അതാർക്കും ഇഷ്ടമല്ല. പിന്നെ കരൾ ലിവർ ഇഷ്ടമാണ് കേട്ടോ. ലിവർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ മിക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കാറില്ല. അത് പിന്നെ കോഴിക്ക് എങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ്. നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കണം. ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഒരുപാട് ലോങ് ആക്കുന്നില്ല വീഡിയോ, കാണാനും ഒരു മടുപ്പായിരിക്കത്തില്ല. വേറൊരു കാര്യം എന്തെന്നോ പറയാനുള്ളത്, നമ്മുടെ ഈ ചിക്കനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണേ. എന്നിട്ട് നല്ല മൂർച്ചയുള്ള കത്രികയോ വലിയ പിച്ചാത്തിയോ ഒക്കെ ഇട്ടിട്ട് ഒരു വുഡൻ ബോർഡിലെങ്ങാനും വെച്ച് ഒന്ന് ചെറുതാക്കി, അതായത് ഒരു ഇത്രയുള്ള പീസൊക്കെ ആണെങ്കിൽ 2 ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീനിങ് എളുപ്പമാവും കേട്ടോ. ഈ ചെരുവിനൊക്കെ കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് ഏൽപ്പെട്ട് വെച്ചിരുന്നത്. നമുക്ക് ഇതിലിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അമ്മൂമ്മ മരിച്ചീനി വെട്ടി തന്നിട്ടുണ്ട്. അതെ, അമ്മൂമ്മ മരിച്ചീനി വെട്ടി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 വെള്ളം കഴുകിയിട്ട് മരിച്ചീനി വേവിക്കാം. കണ്ടോ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ കാലൊക്കെ ഞാൻ അതേപോലെ ഇടും കേട്ടോ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നല്ല വലിയ നമ്മുടെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കുറച്ചൊക്കെ അങ്ങ് ഇട്ടു. നല്ല വലിയ പീസുകളാണ്. ഇതൊക്കെ 2 ആക്കി കട്ട് ചെയ്താൽ മതി. കണ്ട വലിയ പീസുകളാണ്. ഇത് ഫ്രൈക്കാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. അവരുടെ അടുത്ത് പറഞ്ഞ് ഫ്രൈക്കാന്ന് പറഞ്ഞ് അവർ ചെയ്തു തന്നു. ഇതിനി നമ്മൾ കുഞ്ഞാക്കി കട്ട് ചെയ്തെടുക്കാൻ, പക്ഷെ വൃത്തിയാക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഈ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇത് നോക്കി കട്ട് ചെയ്ത് അങ്ങ് എടുത്തിട്ടാൽ മതി. അപ്പം ഇത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു 5-6 വെള്ളം കഴുകി എടുക്കുകയാണ് ചെയ്യണം. കാരണം ബ്ലഡിൻ്റെ ഒന്നും ചെവ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ലപോലെ കഴുകി എടുക്കും. അത്രേ ഉള്ളൂ. ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് മരിച്ചീനി അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവാൻ വെക്കണം. ചിക്കനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഇവിടോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മരിച്ചീനി കഴുകണം. അതിന് മുമ്പ് ഈ ചിക്കൻ വൃത്തിയാക്കിയ സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ഇവിടെ വൃത്തിയായി ഇരിപ്പുണ്ട്. നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മുടെ മരിച്ചീനി. അപ്പോഴേ ഇത് ഞാൻ അടിയിൽ നിന്ന് എടുത്ത കലമാണ്. ഇതിലാണ് നമ്മൾ മരിച്ചീനി വെക്കാൻ പോകുന്നത്. ഇതിൽ മൊത്തം അഴുക്ക് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, ഞാൻ ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് അടുപ്പി വെക്കുമ്പോൾ നമുക്ക് ഈ സ്ഥലവും കൂടെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ വേറെ സ്ഥലം നോക്കണ്ടല്ലോ അതിന്. അപ്പം ഇതിൽ നമുക്ക് ഇനി നിറച്ച് ചൂടുവെള്ളം എടുക്കാം. ഇത് ചൂടുവെള്ളത്തിൻ്റെ ടാപ്പാണ്. ചൂടുവെള്ളം എടുക്കാം. ഓക്കെ, നമുക്ക് ഈ വെള്ളം അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് കത്തിച്ചു കൊടുക്കാം തീ. അപ്പം ഇത് അവിടെ ഇരുന്ന് ചൂടായി വരട്ടെ. ഇതിൽ നമുക്ക് ഉപ്പ് ഒന്നും ഇടണ്ട ആദ്യം. ഈ സമയം കൊണ്ട് നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ തീർക്കാം. ഈ മരിച്ചീനി നമുക്ക് അടി ഒന്ന് കഴുകിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ എല്ലാം ക്ലീനാക്കി. ഇനി മരിച്ചീനിയിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് നമുക്ക് കഴുകി വെള്ളം അവിടെ തിളച്ച് പെട്ടെന്ന് നമുക്കിടാം.
1 2 3 4 5 6 7 7ആയിട്ട് കൂട്ടണ്ട, 6ആയിട്ട് കൂട്ടിയാൽ 6 സവാള എടുത്തിട്ടുണ്ട്. സവാള നല്ലപോലെ കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയും സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം 2 കട്ട് ചെയ്യാൻ നമുക്ക് ഇച്ചിരി സമയം പോരെ. ആ സമയത്തിന് നമുക്ക് ഏതിലാണോ ചിക്കൻ കറി വയ്ക്കുന്നത് അത് നമുക്ക് ആ പാത്രം എടുത്തൊന്ന് കഴുകിയിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. പക്ഷെ ഇതുവരെയ്ക്കും ഫൈനലൈസ് ചെയ്തിട്ടില്ല. വിച്ച് പാത്രം ഷുഡ് ഐ ടേക്ക് ടു മേക്ക് ചിക്കൻ കറി? പാത്രം ഏതെടുക്കും? നമുക്ക് ഈ ഉരുളിയിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഈ ഉള്ളി എടുത്ത് കഴുകിയിട്ട് വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് കഴുകാം. ചിക്കൻ കഴുകിയ ഉരുളിയാണ്. ഈ അടുപ്പിലാണ് തീ കൂടുതൽ. ഈ അടുപ്പിൽ തീ കുറവാണ്, അതാണ് പ്രശ്നം. എന്നാലും നമുക്ക് കത്തിച്ച് വെച്ചേക്കാം. ഈ ഉരുളിയാണെങ്കിൽ പെട്ടെന്ന് അടി കരിയുകയും ചെയ്യും. എന്ത് ചെയ്യാമെന്തോ എനിക്കറിഞ്ഞൂടാ, നമുക്ക് ഉണ്ടാക്കി നോക്കാം. 2 അവിടെ ഇരുന്ന് ആവുന്നുണ്ട്. നമുക്കിതിലോട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വലിയ പാത്രം ചൂടാകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഈ 2 ഉള്ളിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ അടച്ചു വെച്ചേക്കാം, കാരണം ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ വന്ന് വീഴും. ഒരു മൂലക്കിരിക്കുന്നുണ്ട്. നമുക്കിതും കൂടെ കട്ട് ചെയ്തെടുക്കാം. പാത്രത്തിൻ്റെ നടുക്കലത്തെ വെള്ളമെല്ലാം പോയി, സൈഡിലുണ്ടാവും വെള്ളം ഇനിയുണ്ട്. അപ്പോൾ അതും കൂടെ വറ്റട്ടെ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതാ 2 ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയും കിട്ടണം, ചിക്കൻ കറിയും കിട്ടണം. എല്ലാം കൂടെ എടുക്കുമ്പോൾ ഒരു ടാസ്ക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എണ്ണ ആയില്ലെങ്കിലും ക്ഷമിക്കുക. ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കുന്ന എന്തായാലും സൂപ്പറായിട്ട് എടുക്കാം. അപ്പം ഇത് സൈഡൊക്കെ വെള്ളമൊക്കെ പോയി. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഓക്കെ, നമ്മളെ മരിച്ചീനി ആദ്യത്തെ വേവായിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഊറ്റാം. ഇതിപ്പോൾ സവാള കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടേണ്ടതാണ്. പക്ഷെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുവരെയ്ക്ക് റെഡിയായിട്ടില്ല. പേസ്റ്റോ അല്ലെങ്കിൽ കുനുകുന അരിഞ്ഞതോ ഏതായാലും കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇഞ്ചിക്കാട്ടിയും കൂടുതൽ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഞാൻ അധികം അങ്ങനെ നുറുക്കിയിട്ടില്ല. ഇഞ്ചി ഞാൻ നല്ലപോലെ നുറുക്കി കുഞ്ഞു പീസാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് കൊടുക്കാം. കൂട്ടി വെച്ചെടുക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാമേ. പച്ചമുളക് അടുത്ത നമുക്കേ ഒരു 5-6 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാമേ. ഇതിനി തീ കൂട്ടിയിട്ടിട്ട് നല്ലപോലെ വേവിച്ച് വെക്കാം. നമ്മുടെ കിഴങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കണേ.
മസാലകൾ വേണ്ടത് ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞപ്പൊടി, മീൻകറിയാ എന്റെ അച്ഛൻ ഇട്ടേക്കുന്നത്, മല്ലിപ്പൊടി, എന്റെ അച്ഛൻ അത് കുരുമുളക്. ഞാനേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് ഇനി മസാല, ചിക്കൻ മസാല ഇടണം, ഗരം മസാല ഇടണം. 10 രൂപയുടെ ഒരു പാക്കറ്റ് ചിക്കൻ മസാല, അത് മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. ഗരം മസാല ഞാൻ ഇപ്പൊ പൊടിച്ചെടുത്തതേ ഉള്ളൂ. അത് നമുക്കൊരു സ്പൂൺ, 2 സ്പൂൺ, 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ടേ. ഓക്കെ ഗൈസ്, ഞാൻ ഇതിൽ പിന്നെ മുളക് പൊടി, ഉപ്പും ഇട്ടിട്ടുണ്ട്. ചിക്കൻ കറി. എന്നിട്ട് ചിക്കനും ഇട്ട് നല്ലപോലെ ഇളക്കി വെച്ച്, എൻ്റെ ഫോൺ ഫുള്ളായതുകൊണ്ട് ആ വീഡിയോ വന്നില്ല ഗൈസ്. ചിക്കൻ ആവുന്ന ഇനി നമ്മൾ പുളിശ്ശേരിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അടുക്കള മൊത്തം കൊളായി കിടക്കുന്ന ഗൈസ്. നമ്മുടെ ചിക്കൻ സ്റ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ തിരുവനന്തപുരത്ത് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കിയാണ്, നമുക്ക് കഴിച്ചിട്ട് വേണം പോകാനുള്ള. ചിക്കൻ കറി പാതിയായി, നമുക്ക് അത്രയായിരുന്നു. ഇതാ വെന്തുകൊണ്ടേ ഇരിക്കുവാണ്, നല്ല മണം വരുന്നുണ്ട്. ആവട്ടെ. ഇതിന് എന്തായാലും ഞാൻ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചേ. ഇനി നമുക്ക് പോയി ഒന്ന് റെഡി ആവാം, പോകാനുള്ളതല്ലേ, പോയി റെഡി ആവാം. ഞാൻ റെഡിയായി. ഈ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഡ്രസ് ഇസ് ഫ്രം സ്റ്റുഡിയോ. സോ ഗൈസ്, നമ്മൾ ചിക്കൻ കറി ഇപ്പോൾ ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതൊന്ന് വറ്റിച്ചെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ല ഗൈസ്. നമുക്ക് പോവാം. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കറിയൊക്കെ അത്യാവശ്യം ഉണ്ട്, എന്നാലും എനിക്ക് കുറച്ചുകൂടെയൊക്കെ കറിയൊക്കെ വേണമായിരുന്നു. കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇത്ര മതി. കുഞ്ഞുമക്ക് കുഞ്ഞില്ല. അത് ഞാൻ ഉള്ള അരപ്പിലാണ് വേവിച്ചെടുത്തത്. ഞാൻ പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചില്ല. അരപ്പ് ഇനി ആയി വരാൻ കുറെ സമയം എടുക്കത്തില്ലേ? പുളിശ്ശേരിയുണ്ട്, ചോറുണ്ട്, കേമുണ്ട്, ചിക്കൻ കറിയുണ്ട്. നമുക്ക് കഴിക്കാം. കുറച്ച് കേം എടുക്കണം. കൊള്ളാമോ വെച്ചു? സൂപ്പർ. Okay guys, bye.